അപ്പൊ ഗൈസ് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ ആണിത്. നമ്മൾ ഇതുവരെ ഇൻട്രോ ആയിട്ട് നമ്മള് ചാനലിലേക്ക് ഇങ്ങനെ സ്വാഗതം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ ജസ്റ്റ് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തുടങ്ങാന്ന് വിചാരിച്ച അങ്ങനെ നമ്മൾ ഇനിയിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു ഇൻട്രോ ഒക്കെ കൊടുക്കാന്ന് വിചാരിക്കുന്നു. മുമ്പത്തെ വീഡിയോസ് ആയാലും നിങ്ങൾക്ക് മനസ്സിലാവും കുറെ മിസ്റ്റേക്സ് ഉണ്ട്. കുറെ നമ്മുടെ ഇംഗ്ലീഷും മലയാളവും മിക്സ് ആക്കി പറയേണ്ട കുറെ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്. നമ്മൾ അതൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഇനി നമ്മള് ശരിയാക്കും. അതെ, ഞങ്ങള് ബേസിക്കലി ആദ്യത്തെ ഒരു 2-3 വീഡിയോ ഇട്ടത് ഫുള്ള് നമ്മുടെ ഈ റീൽസ് ഒക്കെ ഇടണ പോലെ ചുമ്മാ ജസ്റ്റ് ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കി. പിന്നെ കുറച്ചും കൂടി നമ്മുടെ ഒരു 2-3 വീഡിയോ ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ കുറച്ചും കൂടി ഒരു വ്ളോഗിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻട്രോ ഒക്കെ പറഞ്ഞ് പ്രോപ്പർ ആയിട്ടൊരു വ്ളോഗിംഗ് രീതിയിൽ സംസാരിച്ച് ചെയ്യാന്നാണ് വിചാരിക്കണത്. ഇനി അങ്ങോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കണം. കുറച്ചും കൂടി ലൈക്ക് വീക്ക്ലി ഒരു വീഡിയോ എങ്കിലും മിനിമം ഇടണം എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. പക്ഷെ നടക്കുമെന്നറിയില്ല, എന്നാലും മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും. അതാണ്. ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് ഇപ്പൊ നമ്മളെ ഹൈവേ കൂടെയാണ് പോകുന്നത്. ഈ ഹൈവേയുടെ പേര് 401 എന്ന് പറയും. ഇതിപ്പോ കാനഡയിലെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നമ്മുടെ ഇടത്തെ അറ്റം തൊട്ട് വലത്തെ അറ്റം വരെ കൂട്ടിമുട്ടിക്കുന്ന ഒരു നീളം കൂടിയ ഹൈവേ. ഒണ്ടാരിയോ അല്ലേ? അപ്പോ നമ്മുടെ ഇതിപ്പോ ഇത് തുടങ്ങുന്നത് വിൻസർ എന്ന് പറയുന്ന സ്ഥലമാണ്. വിൻസറും അമേരിക്കയും ബോർഡർ ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഓട്ടവ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒണ്ടാരിയോയുടെ ക്യാപിറ്റലാണ്. അപ്പൊ നമ്മളിതിപ്പോ എത്രയാ 3 ലൈനിലായി 3 ലൈൻ വെച്ച് 2 സൈഡിലുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇവിടുത്തെ മാക്സിമം സ്പീഡ് എത്രയാ? 110. ഇപ്പൊ 100 കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ്. പിന്നെ ഇടയ്ക്ക് കണക്ഷൻ വരുന്നുണ്ട്. 402 വരുന്നുണ്ട്, 407 വരുന്നുണ്ട്. 407 പെയ്ഡ് ഹൈവേ ആണ്. ഇതിപ്പോ ഫ്രീ ആണ്. ഇതിൽ പ്രത്യേകിച്ച് ടോളും കാര്യങ്ങളൊന്നുമില്ല. മറ്റേ 407 വരുമ്പോഴത്തേക്കും ടോൾഡ് ഹൈവേ, പക്ഷെ അത് കുറച്ചും കൂടി നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറവാണ്. ഇതിപ്പോ 100 കിലോമീറ്റർ ആണ്. പക്ഷെ ഒരു 10 കിലോമീറ്റേഴ്സ് എബവ് ദ ലിമിറ്റ് നമുക്ക് പോവാം. ഒരു 110 ഒക്കെ പോവാൻ കുഴപ്പമില്ല. പിന്നെ ഇപ്പോ നല്ല ലൈക്ക് അത്യാവശ്യം തിരക്ക് എനിക്ക് തോന്നുന്നു ടിപ്പിക്കലി ഉള്ളതിനേക്കാളും തിരക്ക് കുറച്ച് കുറവാണ്. ഇപ്പൊ നമ്മളിപ്പോ പോണ സമയം ഇപ്പോ സന്ധ്യക്ക് 6:30 കണ്ടാ തോന്നില്ല. കാരണം നമുക്കിപ്പോ ഇന്നിപ്പോ ഒരു മഴയുള്ള ദിവസമാണ്. എന്നാലും നമുക്കിപ്പോ നാട്ടിലെ സമയം വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു നാട്ടിലൊരു 4:30, 5:15 ഈ ഒരു വെതർ വരുന്നത്. ഇതിപ്പോ 6:45 ആവാറായി വൈകുന്നേരം. ഇതിപ്പോ ഏകദേശം നമുക്കൊരു 8-8:30 വരെ ഈ ഒരു രീതിയിലൊരു വെളിച്ചം ഉണ്ടാവും. നല്ലൊരു സണ്ണി ഡേ ആണെങ്കിൽ ഒരു 9 മണി 9:15 ആവും ഇപ്പൊ നിലവിൽ ഞങ്ങൾക്ക് സൺസെറ്റ്. അപ്പോ അതൊക്കെയാണ്. ഞങ്ങളിപ്പോ ഏകദേശം 166 കിലോമീറ്റർ പോകാനുണ്ട് ഇതിൽ നോക്കിയാൽ. ഇപ്പോ 1 hour 54 minutes കാണിക്കണേ. 8:30 ആവുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറയണു. ഞങ്ങൾ ചിലപ്പോ ഇടയ്ക്ക് സ്റ്റോപ്പ് എടുക്കുമായിരിക്കും. കാപ്പി കുടിക്കണം. അതെ, കാപ്പി കുടിക്കാൻ നമ്മൾ അവിടെ പോണേ. നാട്ടിലെ ഹൈവേ ഒന്നും പോലെ നമുക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നിർത്താനൊന്നും പറ്റില്ല. 401 നമുക്ക് എമർജൻസി ആണെങ്കിൽ മാത്രമേ സൈഡിൽ നിർത്താവുള്ളൂ. അപ്പോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓൺ റൂട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടിം ഹോട്ടൽസും അതുപോലത്തെ കുറെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഉള്ള ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളുണ്ട്. അപ്പോ ഇനിയിപ്പോ വുഡ് സ്റ്റോക്കിൽ ഒരു ഓൺ റൂട്ട് ഉണ്ട്. ഒരു 20-30 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കുണ്ട്. അത് കഴിയുമ്പോൾ കേംബ്രിഡ്ജിലുണ്ട്. പിന്നെ നമ്മള് GTA കയറാണ്, ടൊറന്റോ എത്തും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ലണ്ടൻ ടു ടൊറന്റോ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ടൊറന്റോയ്ക്ക് പോകുമ്പോ 2 ഓൺ റൂട്ടാണ് ഉള്ളത്. അപ്പൊ മിക്കവാറും ഞങ്ങൾ ഒന്നെങ്കിൽ വുഡ് സ്റ്റോക്കിൽ നിർത്തും, അല്ലെങ്കിൽ കേംബ്രിഡ്ജിൽ നിർത്തും. ഞാൻ പറഞ്ഞത് ഇവിടെ കാനഡയിലുള്ള എല്ലാവർക്കും തന്നെ ഓൺ റൂട്ടിന്റെ സംഭവങ്ങളൊക്കെ അറിയായിരിക്കും. അപ്പൊ ഞാൻ പറയണത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഉള്ളവർക്ക് അറിയണ്ടാവില്ലല്ലോ. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓൺ റൂട്ട് ഇവിടെ നമ്മുടെ ഈ ഹൈവേ 401 മെയിൻ ആയിട്ട് ഓൺ റൂട്ട് ഉള്ളത്. ഞങ്ങളന്ന് ആൽബർട്ടയിൽ ഓടിച്ചപ്പോ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഒണ്ടാരിയോടെ മാത്രമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ കറക്റ്റ് ചെയ്യാം.
അപ്പോ ഇപ്പൊ ഞങ്ങൾ ഓൺ റൂട്ട് വരികയാണ്. ഈ ഓൺ റൂട്ട് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് തിരിച്ച് കയറി വന്ന് ഭയങ്കര ചുറ്റേണ്ട പരിപാടിയാണ്. അപ്പോ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്തിട്ട് ഓൺ റൂട്ടിന്റെ എൻട്രിയിലോട്ട് കയറുവാണ്. ലൈക്ക് നല്ലൊരു ഫെസിലിറ്റി ആണ്. നമുക്ക് റെസ്റ്റ് ഒക്കെ എടുക്കാൻ എനിക്ക് തോന്നുന്നു 3 മണിക്കൂർ വരെ എന്തോ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് അകത്ത് റെസ്റ്റ് ചെയ്യോ ലൈക്ക് ഒരു നാപ്പ് ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ പറ്റും. 3 മണിക്കൂർ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നെങ്ങാണ്ടാണ് റൂള്. നമ്മള് ജസ്റ്റ് 10-15-20 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ സാധാരണ ഇറങ്ങുക ചെയ്യാറ്. ഇപ്പൊ നമ്മൾ എത്തി. ഇവിടെ മെയിൻ ആയിട്ട് ടിമോട്ടൻസ് ഉണ്ട്. ടിമോട്ടൻസിന്റെ ഡ്രൈവ് ത്രൂ ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡ്രൈവ് ത്രൂ ആണ് വരുന്നത് അല്ലല്ല, നമ്മൾ അകത്ത് കയറാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണ്ടേ. അപ്പോ പിന്നെ AW ഉണ്ട്, നമ്മുടെ കട, ഞങ്ങളുടെ സ്വന്തം AW. പിന്നെ സ്റ്റാർബക്സും പിന്നെ ഉണ്ട്. ബാങ്ക് അല്ലായിരിക്കും, ATM ആയിരിക്കും മിക്കവാറും. CIBC ആർക്കെങ്കിലും പൈസ വിഡ്രോ ചെയ്യണമെങ്കിലോ. പിന്നെ അത്യാവശ്യം പാർക്കിംഗ് ഉണ്ട്. ഇവിടെ കൂടുതലും ട്രക്കേഴ്സ് ഒക്കെ ലൈക്ക് അവര് കുറെ നേരം പാർക്ക് ചെയ്ത് ഫ്രഷ് ആവലും പരിപാടിയൊക്കെ അവരിവിടെയാണ്. നമുക്കിപ്പോ മഴ ആയതുകൊണ്ട് ആ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ട്രക്കാണ്. ഒന്ന് കാണിച്ചാടാ, ആ സൈഡ് ഫുള്ള് ട്രക്കാണ്. അപ്പൊ അവരിങ്ങനെ വന്ന് പാർക്ക് ചെയ്തിട്ട് അവർക്ക് ഇവിടെ നല്ല ഫെസിലിറ്റികൾ, വാഷ്റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരിവിടെ ഫ്രഷ് ആവും. പിന്നെ അവർക്ക് കുടിക്കാനും ലൈക്ക് ടിമോട്ടൻസ് ഒക്കെ എന്തായാലും 24 hours ആയിരിക്കും. അപ്പൊ അവര് കുടിക്കാനും പിന്നെ അത്യാവശ്യം ഫുഡ് കഴിക്കാനും ഉള്ള പരിപാടികളൊക്കെ ഇവിടെ തന്നെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവര് അടുത്ത സ്ഥലത്തോട്ട് പോകും. നമ്മളിപ്പോ വണ്ടി പാർക്ക് ചെയ്തു, നമ്മളിപ്പോ അകത്ത് പോകുന്നു, എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിക്കുന്നു. ചായ കുടിക്കാം, സോറി കാപ്പി കുടിക്കാം. അറിയില്ല, കാരണം എന്റെ കയ്യിൽ കുറച്ച് റിവാർഡ് പോയിന്റ്സ് ഉണ്ട് AWന്റെ. പക്ഷേ റൂട്ടിലുള്ള AWസിലൊന്നും നമുക്ക് റിവാർഡ് പോയിന്റ്സ് റിഡീം ചെയ്യാൻ പറ്റില്ല. അപ്പൊ മിക്കവാറും വേറെ കഴിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ടിമ്മിന്ന് വല്ലതും കഴിക്കാം. എന്താ ഞങ്ങൾ വാങ്ങിക്കണേന്ന് കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, നമ്മളെന്താ മേടിച്ചു? ടിമോട്ടൻസ് കയറി കാപ്പി മേടിച്ചു. പിന്നെ എനിക്ക് വിശക്കുന്നതുകൊണ്ട് ഞാൻ എവറിത്തിങ് ബേഗിൾ വിത്ത് ക്രീം ചീസ് ആൻഡ് ചിപ്പോട്ട്ലെ. ഞാൻ സെയിം എവറിത്തിങ് ബേഗിൾ തന്നെ വിത്ത് ഹെർബൻ ഗാർലിക് സ്പ്രെഡ്. അതേ ഉള്ളൂ. ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒച്ച വെക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ ഒച്ച വെക്കായിരുന്നു. ഡൈനിങ് സ്പേസ് ഒന്ന് കാണിച്ചേ. ഇത്രേ ഉള്ളൂ. പിന്നെ ഉണ്ടായിരുന്നു, ന്യൂയോർക്ക് ഫ്രൈസ് ഉണ്ടായിരുന്നു, രണ്ടും ക്ലോസ് ചെയ്തു. പിന്നെ ഉള്ളത് ടിമോട്ടൻസും AW മാത്രമേ ഇപ്പൊ നിലയിൽ ഓപ്പൺ ഉള്ളൂ. പക്ഷെ AW ഞങ്ങൾ കയറില്ല, അതുകൊണ്ട് ടിമോട്ടൻസ്. ഇപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് തിരിച്ചു പോവാണ് സായന്ത്രം അടുത്തേക്ക്. പക്ഷെ നല്ല മഴയല്ലേ. വണ്ടിയാണ് നേരെ കാണാം, അതാണ് നമ്മുടെ വണ്ടി. റെന്റലാണ്, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ കോട. ഓ, നന്നായിട്ട് നനഞ്ഞു. ഇനി നമുക്ക് തെറിക്കാം. അപ്പൊ ഗായ്സ് നമ്മള് ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇപ്പം ജസ്റ്റ് വീട് കണ്ടുപിടിച്ചാൽ മതി. വഴിയുണ്ട്, ഇത്ര ഉള്ളോ? ഇതിൽ ഏതാ വീടൊന്നും അറിയത്തില്ല. ഇവിടെ അടുത്ത് എവിടെയും കണ്ട. ലൈറ്റ് ഇട്ടത് വേറെ അവസ്ഥ. സാഞ്ചോ ബാക്കിൽ കൂടെ ആയിരിക്കും ഇറങ്ങി വരുന്നത്. സാഞ്ചോ ഇപ്പൊ ബേസ്മെന്റില. ഓക്കെ, വരുന്നു സാഞ്ചോ. സാഞ്ചോ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ കാണുന്ന ചുള്ളനാണ് സാഞ്ചോ. എത്ര ആളായി കണ്ടിട്ട് സാഞ്ചോ? മഴ നനയല്ലോ കുട്ടിച്ച, മഴയത്തന്നെ നിർത്തിയേക്കല്ലേ. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? ഇതാണ് ഇയാളെ സത്യത്തിൽ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. അപ്പൊ ഗായ്സ് സാഞ്ചോനെ കിട്ടി. സാഞ്ചോനെ കാണിച്ചേ. സാഞ്ചോ ഫേസ് കാണിക്ക്. ഇവിടെ സാഞ്ചോ ഹായ് പറ. ഇനി ആരാ സാഞ്ചോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. സാഞ്ചോ അരിക്കാട് ഷാജി. സാഞ്ചോ തൃശ്ശൂരുകാരനാണ്, ഇരിനാലക്കുടാരനാണ്. സാഞ്ചോക്ക് ഇവിടെ
സാഞ്ചോക്ക് ഇവിടെ ഡെയിലിത്തെ മെയിൻ. സാഞ്ചോക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പൊസിഷൻ കിട്ടി. പിന്നെ സാഞ്ചോ ഞങ്ങൾ വീട്ടിൽ പോയതാ. ഞങ്ങളിപ്പോ കുറച്ച് നാളായിട്ട് കണ്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ സാഞ്ചോനെ പിക്ക് ചെയ്തു. നമുക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? മിസ്റ്റർ സാഗിയല്ല, മിസ്റ്റർ ജോൺസ്. മിസ്റ്റർ ജോൺസ് ഗൈസ്, മിസ്റ്റർ ജോൺസിലെത്തി. ഇവിടെ പാർക്കിംഗ് ഇല്ലാന്ന് തോന്നുന്നു. നല്ല അസൽ എന്തോന്ന് കിഴി പൊറോട്ട ഉണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. നമുക്ക് നോക്കാം, അസലാണോ അലമ്പാണോ? ദമ്പത്. അപ്പം നമ്മളിത് എവിടെ? പാപ്പ ജോൺസ് അല്ലല്ലോ, മിസ്റ്റർ ജോൺസ്. മിസ്റ്റർ ജോൺസിലെത്തിയിരിക്കുന്ന. നീ എന്താ ഓർഡർ ചെയ്തത്? നമ്മള് 2 അൽഫാമന്തി 2 കല്യാണ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്യാനിരുന്നത്. പക്ഷെ ഇവിടെ അൽഫാമന്തി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 4 കല്യാണ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. കല്യാണ ചിക്കൻ ബിരിയാണിയാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് കേട്ടത്. പക്ഷെ ഫുഡ് കൊള്ളില്ലേലും സാഞ്ചായിരിക്കും ഇന്നത്തെ പേയ്മെന്റ് എടുക്കുക. അപ്പൊ ഗൈസ്, ഫുഡ് വന്നു. ആദ്യത്തെ റിവ്യൂ പറ, എങ്ങനെയുണ്ടോ? പപ്പടമുണ്ട്, കോഴിമുട്ടയുണ്ട്, ചിക്കൻ 65 ഉണ്ട്, സലാസ്, തേങ്ങ ചമ്മന്തി, ബീട്രൂട്ട് കറി, അച്ഛൻ. ഒരു സിപ്പ് എടുത്ത് ഇതെടുത്ത് സിപ്പ് എടുക്കാൻ. പിന്നെ ചിക്കൻ ബിരിയാണി. അപ്പൊ ഗൈസ്, നമ്മളൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ കുനാഫയാണ് മെയിൻ ആയിട്ട്. ഐ മീൻ ലൈക്ക് ഒരു കപ്പില് സ്ട്രോബെറി കുനാഫയും കൂടെ ഇട്ടിട്ട് പിന്നെ എന്താ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് ദുബായ് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ബണ്ണുണ്ട്, ക്രീം ബൺ, പപ്സുകളുണ്ട്. പിന്നെ ഇവനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ ഓടിച്ചു വിട്ടാ വീട്ടിൽ നിന്ന്, സത്യം പറയുക. മലയാളത്തിലൊക്കെ എഴുതിക്കണോ? എവിടെയും മലയാളം മൊത്തം തമിഴൊക്കെ. തമിഴന്മാരുടെ ഏരിയ നമ്മുടെ ഏരിയ തമിഴായിരുന്നു. Colonized by Indians. കോളനൈസേഷൻ. ഞാൻ ഒരു നീ പറഞ്ഞേ What? അതിനെ പറ്റി പറ. Bro, I would prefer London over these kind of freaking ass shit. But London is more like homeless അല്ലേ കൂടുതല്. Yep. ഞങ്ങൾക്ക് ലിസ്റ്റോവാണ് ഇഷ്ടപ്പെട്ടത്. ലിസ്റ്റോയില് that's like എല്ലാം കൊണ്ടും ലിസ്റ്റോയില് 650,000 ഒരു വീട് കിടപ്പുണ്ടായിരുന്നു. എടുക്കായിരുന്നു. നമുക്കൊരു വീട് വാങ്ങിച്ചാലോ? വാങ്ങിക്കണോ? 100% ടാക്സ് ആണല്ലോ. റെന്റ് കൊടുക്കണ്ടാലോ. ഓൺ ഓഫ്. എടാ ഇതെന്നാന്ന്? അത് AC. സാഞ്ച ഇതിലൊന്നും അറിയണ്ട. ഇതിലൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തോളാം. സാഞ്ച ഡ്രൈവ് കൺട്രോൾ ചെയ്താൽ ഇത് ചെയ്യുന്നത്. അയ്യോ ചേട്ടാ, പൈസ ഇല്ല ചേട്ടാ, ഞങ്ങള് ചേട്ടാ, സോറി ചേട്ടാ, ഇന്ത്യൻസ് ആയ ചേട്ടാ. അപ്പൊ നമ്മള് ഇപ്പൊ എത്തില്ല. നമ്മളിപ്പോ ഒന്നും എത്തത്തില്ല. നമ്മുടെ ഡ്രൈവർ ആശാൻ എല്ലാ എക്സിറ്റും മിസ് ചെയ്തു. നമ്മളിപ്പോ ഒരു 8 കിലോമീറ്റർ കൂടെ എക്സ്ട്രാ ചുറ്റിക്കറങ്ങേണ്ട ബസ് വന്നു. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് സമയം 11:30 മാക്സിമം അവിടെ എത്തുക എന്നുള്ള പ്ലാനിൽ എത്തുക. വീണ്ടും ഒരു 8 കിലോമീറ്റർ അടുത്ത 8 കിലോമീറ്റർ കൂടെ പോകണ്ടാണ്. അപ്പം വാച്ച് ഇറ്റ്. അടുത്ത എപ്പിസോഡിൽ കാണാം സാജോ മിസ് ചെയ്യുകയില്ലോ. അപ്പൊ സമയം എത്ര? ഇപ്പം 12:20. ഇപ്പൊ നല്ല തിരക്കാണ് ഇവിടെ. ഞങ്ങള് എങ്ങനെയാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക. ഇതാണ് ടിപ്പിക്കൽ തിങ്സ് ഓഫ് ടൊറന്റോ. കാണിച്ചു തരാം, സൂം ചെയ്ത്. പ്രത്യേകിച്ച് ഒരു കാരണമില്ല. ക്വാളിറ്റി കുറയും കേട്ടോ. ഈ 12:30 രാത്രി 12:30 നേരത്ത് ഇത്രക്ക് തിരക്കാന്ന് പറഞ്ഞ അപ്പൊ പകൽ എന്തായിരിക്കും അവസ്ഥ? പകല് നല്ല തിരക്കായിരിക്കും. സാഞ്ചൊക്കെ പിന്നെ ടോറിന്റെ കൂടെ കുറെ ഓടിയതുകൊണ്ട് സാഞ്ചയ്ക്ക് അറിയാം. നമ്മളൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴും വർഷത്തിലൊരിക്കലും 2 തവണ വരുന്നവര്. CN ടവർ എത്തി. പക്ഷെ CN ടവറിന്റെ മുകളിലത്തെ ഭാഗം കാണില്ല. ക്ലൗഡ്സ് അതെ. ആ ബിൽഡിംഗ് TD ബാങ്കിന്റെ ബിൽഡിംഗ് ഒക്കെ ഒന്നും കാണത്തില്ല. പോകാം. അത് കാനഡ അക്വേറിയം.
The next day. Good morning, guys. So ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ്. അടുത്ത ദിവസം രാവിലെയാണ്. അപ്പോ നമ്മള് ഇന്നലെ രാത്രി സാൻജോന്റെ വീട്ടിൽ നിന്നു ഒന്ന് കിടന്നുറങ്ങി. രാവിലെ കറക്റ്റ് 6:30 ചെറുതായിട്ട് ക്ഷീണമുണ്ട്, കാരണം എണീറ്റ് അപ്പൊ തന്നെ പോണേ. ജസ്റ്റ് ഒന്ന് പോകാൻ കഴിയുള്ളൂ. അതെ, ജസ്റ്റ് ഒന്ന് പോകാൻ കഴിയുള്ളൂ. പല്ലൊന്നും തേച്ചില്ല, പല്ല് തേക്കാൻ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഇപ്പൊ വീട്ടിൽ പോയി പല്ലൊക്കെ തേക്കുക. പിന്നെ ക്ഷീണം മാറ്റാൻ വേണ്ടി അപ്പോ ഇനി ആ ഉറക്കച്ചടവ് മാറ്റാൻ ഒരു കാപ്പി ടീ മോർണിംഗ്സ്. അതെ, അപ്പൊ പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഉദ്ദേശിക്കുന്ന ടൈമില് വീട്ടിലെത്താൻ ചാൻസസ് കുറവാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഒരു 4 hour 4 മണിക്കൂർ സമയമുണ്ട്. 4 മണിക്കൂറില്ല, ഒരു 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂറിനുള്ളിൽ എത്തിയാൽ മതി. അങ്ങനെയാവുമ്പോ എല്ലാവർക്കും കറക്റ്റ് സമയത്ത് ജോലിക്കും ക്ലാസ്സിനൊക്കെ എത്താൻ പറ്റും. അതെ, അതൊക്കെയാണ്.